ആഗോള സമ്പദ്വ്യവസ്ഥയിലുണ്ടായ വൻ അനിശ്ചിതത്വങ്ങൾ, പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ, വിപണിയിലെ ഉൽപ്പന്ന വിലക്കയറ്റ ഭീഷണികൾ എന്നിവ കണക്കിലെടുത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിലുള്ള ധനനയ അവലോകന സമിതി ഓഗസ്റ്റ് മാസത്തിലെ യോഗത്തിൽ റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ 5.25% തന്നെ നിലനിർത്താനും ന്യൂട്രൽ നയം തുടരാനും ഐക്യകണ്ഠേന തീരുമാനിച്ചിരിക്കുകയാണ്. രാജ്യാന്തര തലത്തിൽ ഇന്ധനവിലയിലും മറ്റ് അവശ്യ സാധനങ്ങളുടെ വിലയിലുമുണ്ടായ ഉണർവ് ആഭ്യന്തര പണപ്പെരുപ്പത്തിൽ നേരിയ സമ്മർദ്ദമുണ്ടാക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും ഉപഭോഗവും ശക്തമായി തുടരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് RBI ഈ കരുതൽ നടപടി കൈക്കൊണ്ടിട്ടുള്ളത്. റിപ്പോ നിരക്കുകളിൽ വർധനവില്ലാത്തതിനാൽ നിലവിൽ ഭവനവാഹന വ്യക്തിഗത വായ്പകളെടുത്ത ഉപഭോക്താക്കൾക്കും പുതിയ വായ്പകൾക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്കും പെട്ടെന്നുള്ള പലിശ കയറ്റമോ പ്രതിമാസ തിരിച്ചടവ് തുകയിലെ വർധനവോ നേരിടേണ്ടി വരില്ല എന്നത് ഒരു വലിയ ആശ്വാസം തന്നെയാണ്. കൂടാതെ വായ്പയെടുത്ത സാധാരണക്കാരായ ഉപഭോക്താക്കളെ കടക്കണിയിലും മാനസിക സമ്മർദ്ദത്തിലുമാക്കുന്ന റിക്കവറി ഏജന്റുമാരുടെ അനാവശ്യ ഭീഷണികൾക്കും നിയമവിരുദ്ധ പെരുമാറ്റങ്ങൾക്കും തടയിടാൻ ബാങ്കിംഗ് മേഖലയ്ക്ക് RBI തികച്ചും കർശനമായ പെരുമാറ്റച്ചട്ടങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ മാത്രമായിരിക്കും റിക്കവറി ഏജന്റുമാർക്ക് ഉപഭോക്താക്കളുമായി ബന്ധപ്പെടാനോ നേരിട്ട് സന്ദർശനം നടത്താനോ അനുവാദമുണ്ടായിരിക്കുകയുള്ളൂ. അനുമതിയില്ലാത്ത രാത്രികാല ഫോൺ വിളികൾ, ഭീഷണിപ്പെടുത്തലുകൾ, കുടുംബാംഗങ്ങളെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കൽ, അധിക്ഷേപകരമായ ഭാഷാ പ്രയോഗങ്ങൾ എന്നിവ പൂർണ്ണമായും നിരോധിച്ച ബാങ്ക് നേരിട്ടുള്ള സന്ദർശനങ്ങൾക്ക് മുൻപ് കൃത്യമായ മുൻകൂട്ടി അറിയിപ്പുകൾ നൽകണമെന്നും ഏജന്റുമാർ ഇടപാടുകാരുമായി നടത്തുന്ന എല്ലാ ഫോൺ സംഭാഷണങ്ങളുടെയും വിവരങ്ങൾ ബാങ്കിംഗ് സ്ഥാപനങ്ങൾ നിർബന്ധമായും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നു. ഈ സാമ്പത്തിക സ്ഥിരതയും പുതിയ സുരക്ഷാ നിയമ ഉപഭോക്തൃ സംരക്ഷണം കൂടുതൽ ഉറപ്പുവരുത്തുകയും ധനകാര്യ മേഖലയിലുള്ള ജനങ്ങളുടെ വിശ്വാസ്യത ഇരട്ടിയാക്കുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.